പത്തനംമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തനിക്ക് രക്തം നൽകിയതും തുടർന്ന് കരൾ പകുത്തു നൽകിയതുമൊക്കെ നയനയായിരുന്നുവെന്നും താനിതുവരെ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്നും നയന വെറും പാവമായിരുന്നുവെന്നുമൊക്കെയുള്ള തിരിച്ചറിവ്. ഒടുവിൽ നയനയെ കാണുവാനും എത്രയും വേഗം നയനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും വേണ്ടി ദേവയാനി ആദർശനും ജയനുമൊപ്പം നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒടുവിൽ നയനയെ കണ്ട മാത്രയിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇരു കൈകളും എടുത്ത് തൊഴുത് നയനയുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് നിറകണ്ണുകളോടുകൂടി ദേവയാനി പറയുകയാണ്, നയനമോളെ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തെറ്റുപറ്റി. ഏറെ വൈകിപ്പോയി നീ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ. ഒടുവിൽ എനിക്ക് നിന്റെ കരൾ തന്നെ സ്വീകരിക്കേണ്ടി വന്നു സത്യങ്ങളെല്ലാം തിരിച്ചറിയുവാൻ. എൻ്റെ തെറ്റുകളും വീഴ്ചകളുമെല്ലാം ദൈവമാണ് എനിക്ക് കാട്ടിത്തന്നത്. എൻ്റെ എല്ലാ അതിക്രമങ്ങൾക്കുമുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള എൻ്റെ ഈ പുതിയ ജീവിതം അത് നീ എനിക്ക് നൽകിയ ദാനമാണ്. ഇതെനിക്കൊരു പുനർജന്മമാണ്. അതുകൊണ്ട് ഞാൻ മോളെ കാണുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. മാത്രവുമല്ല, മോളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അനന്തപുരിയിലേക്ക്. മോളിനി നിൽക്കേണ്ടത് ഇവിടെയല്ല, അനന്തപുരിയിലാണ്. അതാണ് മോളുടെ വീട്. അവിടെ മോൾ എന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകണം. എൻ്റെ മകളായി സ്വീകരിച്ച് നിന്നെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ദേവയാനിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് നയന. മാത്രവുമല്ല, ഈ അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ആദർശും ജയനും അമ്പരന്ന് നിൽക്കുകയും കൂടിയാണ്. കാരണം അല്പം മുമ്പ് വരെ ദേവയാനി മറ്റൊരാളായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിയത് തന്നെ ജയനോടും ആദർശനോടും വഴക്കുണ്ടാക്കിയിട്ടാണ്. നിങ്ങളൊക്കെ കൂടി എന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ എന്നെ തോൽപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറ്റില്ല. ഞാൻ തോൽക്കില്ല. എനിക്കിപ്പോൾ തന്നെ അവളെ കാണണം. അവളെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ദേഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കപ്പെടും എന്നുള്ള ചിന്തയോടുകൂടി വലിയ അങ്കലാപ്പിലായിരുന്നു ആദർശും ജയനുമൊക്കെ ദേവയാനിയുടെ കൂടെ വന്നത്. മാത്രവുമല്ല, നയനയുടെ വീടിൻ്റെ വാതിൽക്കെത്തിയ ശേഷം കനകദുർഗയെ കാണുമ്പോഴും നയനയുടെ അച്ഛനെ കാണുമ്പോഴും ദേഷ്യത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. വളരെ ശാഠ്യത്തോടും അഹങ്കാരത്തോടും കൂടിയായിരുന്നു ദേവയാനി അവരോട് സംസാരിച്ചത്. എന്നാൽ നയനയാണ് തനിക്ക് കരൾ നൽകിയത് എന്ന് നയനയുടെ നാവിൽ നിന്ന് തന്നെ ഒറ്റ വാക്കിൽ കേട്ടപ്പോഴേക്കും ദേവയാനി ആളാകെ മാറിയിരിക്കുന്നു. മല പോലെ വന്നതിപ്പോൾ എലി പോലെ പോവുകയാണ്. നയനയാണ് കരൾ നൽകിയതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദേവയാനി ഇവിടേക്ക് വന്നത്. പക്ഷേ നയനയുടെ വായിൽ നിന്നും അത് കേട്ടപ്പോൾ ദേവയാനിയിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത്? നയനയാണ് ഈ ത്യാഗങ്ങളൊക്കെ ചെയ്തത് എന്ന് കേട്ടിട്ടും എന്തുകൊണ്ടാണ് ദേവയാനിയുടെ മനസ്സ് അല്പം പോലും ചലനമില്ലാതെയും വിദ്വേഷത്തോടു കൂടിയും അല്പനിമിഷം മുമ്പ് വരെ നിലകൊണ്ടത്? അച്ഛനും മോനും ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നയനയെ അമ്മായിയമ്മ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ പോവുകയാണ് എന്ന വാക്ക് കേട്ടപ്പോൾ കനകദുർഗയും ഗോവിന്ദനും കൂടി പെട്ടെന്ന് അതിൽ ഇടപെടുകയാണ്. കനക പറയുകയാണ്, അങ്ങനെയൊന്നും ഇനി ഉടനെ നയനയെ അനന്തപുരിയിലേക്ക് വിടുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ മകൾ അനന്തപുരിയിൽ കാലുകുത്തിയ ദിവസം മുതൽ ഒരുപാട് വേദനകളും സങ്കടങ്ങളും അനുഭവിച്ചു. ഓരോ വ്യക്തികളാലും അവൾ അവിടെ അടിച്ചമർത്തപ്പെടുകയായിരുന്നു. അവളൊരു പെൺകുട്ടിയാണ് എന്നുള്ള യാതൊരു പരിഗണനയും നൽകാതെ ആ വീട്ടിലെ എല്ലാവരുടെയും വിഴുപ്പലക്കിക്കുകയും എല്ലാവർക്കും വെച്ചു വിളമ്പിക്കുകയും ഇതെല്ലാം ചെയ്തതിനു ശേഷവും മറ്റുള്ളവരുടെ എല്ലാം കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും മാത്രം ചൊരിഞ്ഞുകൊണ്ട് അവളെ അവിടിട്ട് വറത്ത് കോരുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി തറവാട്ടിലെ ഒരടിമയായിരുന്നു ഞങ്ങളുടെ മകൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഞങ്ങളുടെ മകൾ ഇനി കുറച്ചു കാലമെങ്കിലും ഈ വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കട്ടെ. അതുകൊണ്ട് അവളെ അവിടേക്ക് ഇനി വിടുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കേട്ടുകൊണ്ട് കനകയുടെയും ഗോവിന്ദന്റെയും നേരെ തിരിഞ്ഞ് ദേവയാനി അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിനി എന്നെ ആക്ഷേപിക്കരുത്. അത് ശവത്തിൽ കുത്തുന്നതിന് തുല്യമാണ്. എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുവാൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. നയനമോൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളാണ് നിങ്ങൾ. നയനയുടെ മേൽ നിങ്ങൾക്കാണ് പൂർണ്ണമായും അവകാശമുള്ളത്. എങ്കിലും എൻ്റെ സിരകളിൽ കൂടി ഇപ്പോൾ ഒഴുകുന്ന രക്തം നയനമോളുടേതാണ്. എൻ്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കരൾ നയനമോളുടേതാണ്. അതുകൊണ്ട് തന്നെ നയനമോളെ പിരിഞ്ഞ് എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഇത്രയും കാലം ഞാൻ അന്ധതയുടെ ലോകത്തായിരുന്നു. കാണേണ്ടതൊന്നും കാണാതെയും കേൾക്കേണ്ടതൊന്നും കേൾക്കാതെയും വെറുപ്പും വൈരാഗ്യവും മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു നീചയായ സ്ത്രീയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സത്യങ്ങളൊക്കെ. തെറ്റുപറ്റിയതെല്ലാം എനിക്കായിരുന്നു. അത് തിരുത്തുവാനും ആ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം ചെയ്യുവാനും ഞാൻ തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കനകയുടെയും ഗോവിന്ദന്റെയും കാല് പിടിക്കാം. അതിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് വിധിച്ചുകൊള്ളുക. അത് ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ്. പക്ഷേ നയനമോളെ എനിക്കൊപ്പം വിടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. എനിക്കത് താങ്ങാൻ കഴിയില്ല. ഇതൊക്കെ കേട്ടിട്ട് ഗോവിന്ദൻ പറയുകയാണ്, ദേവയാനി, നിങ്ങൾ കരയുവാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം അത്രമാത്രം ഞങ്ങൾ വേദനിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നയനമോളുടെ മാതാപിതാക്കളായ ഞങ്ങൾ കഴിഞ്ഞൊരു വർഷക്കാലം തള്ളി നീക്കിയത് തീവ്ര വേദനയിലായിരുന്നു.
ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഞങ്ങൾക്ക്. പല ആവർത്തി അവിടെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നയനമോളോട് പരമാവധി പറഞ്ഞിട്ടുണ്ട്, മോൾ അനന്തപുരി വിട്ട് തിരികെ പോര് എന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും യാതൊരു കുറവും വരുത്താതെ അച്ഛൻ മോളെ നോക്കിക്കൊള്ളാം എന്നും. പക്ഷേ എൻ്റെ മോൾ അതിന് തയ്യാറായില്ല. ആ ഒറ്റപ്പെടലും വേദനയും കുത്തുവാക്കുകളും പരിഹാസവും എല്ലാം കേട്ടും കണ്ടും ഉള്ളിലൊതുക്കി ഞങ്ങളോട് പോലും ഒന്നും തുറന്നു പറയാതെ എൻ്റെ മോൾ അവിടെ ഉരുകി ഒഴുകുന്ന ഒരു മെഴുകുതിരി പോലെ കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സങ്കടം ഞങ്ങളിപ്പോൾ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആദർശ് ഇടയിൽ കയറി പ്രതികരിക്കുകയാണ്. അച്ഛാ, അമ്മേ, മതി, നിർത്ത്. ഇനി കൂടുതൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എൻ്റെ അമ്മ ഒരാളുടെയും മുൻപിൽ കൈകൂപ്പി നിന്ന് യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റുകൾ ഏറ്റുപറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമല്ലേ? അതുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഉടനെ നയനയും പറയുകയാണ്, അച്ഛാ, അമ്മേ, ഇനി ഒന്നും പറയണ്ട, എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്. ഞാനിപ്പോൾ ഇവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഈ സമയത്ത് അനന്തപുരിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? എന്തിനാണ് അവളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? അവളെ ഇവിടേക്ക് കൊണ്ടുവരണ്ട, എനിക്ക് അവളെ അവിടെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഏട്ടത്തി അവിടേക്ക് പോയത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയും രേവതിയും ജാനകിയും ജലജയും ഒക്കെ കൂലങ്കുഷമായ ചർച്ചയിലാണ്. അപ്പോൾ ജലജ പറയുകയാണ്, നയനയെ കാണുവാൻ ഏട്ടത്തി അങ്ങോട്ട് പോയതൊരു പക്ഷേ നേരിട്ട് അവളെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരുവാൻ തന്നെയായിരിക്കും. കാരണം ഈ വീട്ടിൽ നിന്നും അവൾ പോയതിനു ശേഷം നമ്മളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് ഏട്ടത്തിയും കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ നമ്മുടെയൊക്കെ ജോലിഭാരം കുറയ്ക്കുവാൻ വേണ്ടി ഒരു പക്ഷേ അവളെ നേരിട്ട് ചെന്ന് വിളിച്ചു കൊണ്ടുവരുവാൻ തന്നെയായിരിക്കും പോയത്. ഇത് കേട്ടിട്ട് അനാമിക പറയുകയാണ്, അതാണ് ശരി, അങ്ങനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ വലിയമ്മ ഒരിക്കലും നയനയെ സ്നേഹിക്കില്ല. മാത്രവുമല്ല, വലിയമ്മ മരുമകളായി സ്വീകരിച്ചിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരവസ്ഥയിൽ നയനയെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരില്ല. ഇനി ഒരുപക്ഷെ അവളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിൻപിൽ വലിയമ്മയ്ക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണാം. എന്ന് വെച്ചാൽ അവളാണല്ലോ വലിയമ്മയെ കൊല്ലുവാൻ വേണ്ടി പാലിൽ വിഷം കലർത്തി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതികാരം ഈ അനന്തപുരിയിൽ വെച്ച് തന്നെ വീട്ടുവാനായിരിക്കും നയത്തിൽ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്ത് കൊല്ലുവാൻ പോലും വലിയമ്മ മടിക്കില്ല. അങ്ങനെ ഈ സംസാരം പലതരമായ ഊഹങ്ങളിൽ കൂടി കാട് കയറി പോവുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് ദേവയാനിയും ആദർശുമൊക്കെ അനന്തപുരിയിലേക്ക് യാത്ര ചെയ്തു വരുന്ന കാഴ്ച തന്നെയാണ്. യാത്രാമധ്യ ദേവയാനി ആദർശിനോടും ജയനോടുമായിട്ട് പറയുകയാണ്, പിന്നെ ജയേട്ട, ഞാനൊരു കാര്യം പറയാം. അനന്തപുരിയിലെത്തുമ്പോൾ നിങ്ങൾ അവിടെ ആരോടും പറയരുത് ഞാനും നയനും തമ്മിലുള്ള പ്രശ്നങ്ങളും പിണക്കങ്ങളും എല്ലാം മാറിയെന്നും ഇപ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലാണ് എന്നുമൊന്നും. അത് മുത്തശ്ശനും മുത്തശ്ശിയും പോലും തൽക്കാലം അറിയണ്ട. കാരണം അവിടെയുള്ള ഓരോരുത്തരും നയനമോളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദ്രോഹിക്കുകയും ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോളോടുള്ള അവരുടെ വിരോധം വർദ്ധിക്കുകയും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ നയനമോളെ അവർ വകവരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ പോകട്ടെ. ഒരവസരം വരുമ്പോൾ എല്ലാം ഞാൻ തന്നെ വെളിപ്പെടുത്തിക്കൊള്ളാം. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, അതെന്താണ് ദേവയാനി അങ്ങനെ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട് ജയേട്ടാ, തൽക്കാലം ഞാൻ പറയുന്നത് ജയേട്ടനെ ഒന്ന് അനുസരിക്കുക. എനിക്ക് നയനമോളുടെ സ്നേഹവും സാമീപ്യവും ആവശ്യമാണ്. പക്ഷേ തൽക്കാലം അനന്തപുരിയിൽ മറ്റുള്ളവർ അതറിഞ്ഞാൽ അവിടെ മറ്റൊരു ചേരി വെളിപ്പെടും. ഏതെങ്കിലുമൊക്കെ കെണികൾ ഒരുക്കി വീണ്ടും നയനമോളെ അനന്തപുരിയിൽ നിന്നും അവർ പുറത്താക്കുവാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആരും ഇപ്പോൾ വെളിപ്പെടുത്തണ്ട. അങ്ങനെ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നയനയുമായി ദേവയാനി അനന്തപുരിയിലേക്ക് എത്തുന്നു. കാർ അനന്തപുരിയുടെ വീടുവാതുക്കൽ എത്തിയപ്പോൾ തന്നെ അകത്തുനിന്ന് ജാനകിയും ജലജയും രേവതിയും അനാമികയും പുറത്തേക്ക് വരുന്നുണ്ട്. വാഹനത്തിൽ നിന്ന് 4 പേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ജലജ ചോദിക്കുകയാണ്, ഏട്ടത്തി എന്തു പണിയാണ് ഈ കാണിച്ചത്? അതെന്താണ് ജലജെ? അല്ല, ഇവളെ എന്തിനാണ് വീണ്ടും ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? ഇനിയും ഈ തറവാട്ടിൽ മറ്റാരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലിക്കാൻ വേണ്ടിയാണോ? ഏട്ടത്തിയുടെ ജീവൻ തന്നെ ഇപ്പോൾ തിരിച്ചു കിട്ടിയത് ആരുടെയോ കാരുണ്യം കൊണ്ടാണ്. ഏതോ നല്ല മനസ്സിൻ്റെ ഉടമയായ ആരോ ഒരാൾ ഏട്ടത്തിക്ക് കരൾ തരുവാൻ വേണ്ടി വന്നതുകൊണ്ടാണത്. അങ്ങനെ ഒരാൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഏട്ടത്തി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പോലുമില്ല. ഇവിടെയുള്ളതിനെ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുമ്പോഴാണ് വിട്ടുപോയതിനെ പൊക്കിക്കൊണ്ട് ഏട്ടത്തി വീണ്ടും കയറി വന്നിരിക്കുന്നത്. ഉടനെ ജാനകിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, അതെ ഏട്ടത്തി, ഈ ഭൂമിയിൽ ഏട്ടത്തി ഏറ്റവും അധികം വെറുത്തിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇവളായിരുന്നില്ലേ? ആ ഇവളെ തന്നെ ഏട്ടത്തി വീണ്ടും പോയി വിളിച്ചുകൊണ്ട് അനന്തപുരിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്താണ് കാര്യം? ഏട്ടത്തിയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ ഇപ്പോൾ? ഇത് കേട്ടിട്ട് അനാമിക പറയുകയാണ്, ആഹാ, പിന്നെ വലിയമ്മയുടെ മനസ്സലിയാനോ? വലിയമ്മയുടെ മനസ്സൊന്നും അലിയില്ല. ഒരൊറ്റയാൾക്കും വലിയമ്മയുടെ മനസ്സ് അലിയിക്കുവാനും കഴിയില്ല. വലിയമ്മ അവളെ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നത് മറ്റു ചില ഉദ്ദേശത്തോടു കൂടിയാണ്. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അതെന്താണ് മോൾ അങ്ങനെ പറഞ്ഞത്?
മോൾക്ക് എന്തറിയാമെന്നാണ്, എന്തുദ്ദേശമാണ് മോൾ മനസ്സിലാക്കിയത്? അല്ല, ഈ വീട്ടിലിപ്പോൾ ജോലി ചെയ്യുവാൻ മറ്റാരും ഇല്ലല്ലോ. ഇവള് പുറത്തു പോയതിനു ശേഷം ജോലികളൊക്കെ ചെയ്യുന്നത് ഞങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവളെ മടക്കി കൊണ്ടുവന്നാൽ ഞങ്ങളുടെയൊക്കെ ജോലിഭാരം ഇല്ലാതെയാകും എന്നല്ലേ വലിയമ്മ ഉദ്ദേശിച്ചത്? അവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ? ആഹാ, മോൾ അതൊക്കെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അതെ മോളെ, ഞാൻ ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ വേല ചെയ്യുവാൻ തന്നെയാണ്, അല്ലാതെ ഈ വീട്ടിലെ കെട്ടിലമ്മയായി വാഴിക്കാനൊന്നുമല്ല. അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കൊള്ളാവുന്ന എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നില്ലേ എല്ലാവർക്കും? ഇപ്പോൾ അതിന് ഭംഗം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ തിരികെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെങ്കിലും എല്ലാവരും ഇനി വായിക്ക് രുചിയായിട്ട് കഴിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോവുകയാണ്. ദേവയാനി കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അനാമിക നയനയുടെ മുഖത്ത് നോക്കി പുച്ഛത്തോടെ ചോദിക്കുകയാണ്, നീ എന്താടി കരുതിയത്? നിനക്ക് ഈ വീട്ടിലെ വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. ആദർശേട്ടന്റെ ഭാര്യയായി നിന്നെ വാഴിക്കാനാണ് വലിയമ്മ നിന്നെ കൊണ്ടുവന്നത് എന്നാണോ നീ ചിന്തിച്ചത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് തെറ്റി. എന്തായാലും അകത്തേക്ക് ഒരിക്കൽ കൂടി വലതുകാൽ വെച്ച് കയറിയാട്ടെ. എന്നിട്ട് നേരെ ആ അടുക്കളയിലോട്ട് അങ്ങ് പൊയ്ക്കൂ. വലിയമ്മയെ കൊല്ലുവാൻ വേണ്ടി പാലിൽ വിഷം കലർത്തിയിട്ട് അവൾ വന്നിരിക്കുന്നു വീണ്ടും. പെട്ടെന്ന് നയന പറയുകയാണ്, അതെ, ഞാൻ ആരെയെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്ക്. അത്രയും മിടുക്കൊന്നും അനാമികയ്ക്കില്ലല്ലോ. ഇത് കേട്ട് അനാമികയും കൂടെയുള്ളവരും ഒന്ന് ഞെട്ടുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇനി ആരും കൂടുതൽ ഭരിക്കാൻ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയുള്ള വ്യാമോഹം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മനസ്സിൽ തന്നെ വെച്ചേരെ. ഇനി അത് ഇവിടെ നടക്കില്ല. അതിന് ഞാൻ അനുവദിക്കുകയുമില്ല. ഉടനെ ജലജ, ഓഹോ, അവൾ വന്നു കയറിയപ്പോൾ തന്നെ നാക്കു വലിച്ചങ്ങ് പുറത്തിട്ടല്ലോ. അങ്ങോട്ട് പോയ നയനയല്ലല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് മടങ്ങി വന്നിരിക്കുന്നത്. നിനക്കെന്താടി ഇത്ര അഹങ്കാരം? ഇത്രയും അഹങ്കരിക്കാൻ തക്കവണ്ണം എന്താ ഇപ്പോൾ നിനക്ക് സംഭവിച്ചത്? നീ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാണ്, അടിമ. അതുകൊണ്ട് വേലക്കാരി ആ സ്ഥാനത്ത് മാത്രം നിന്നാൽ മതി, കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്റെ സ്ഥാനം അടുക്കളയിൽ മാത്രമാണ്. അവിടുത്തെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി കേട്ടോ. ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നവ്യ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നയനയെ കണ്ട മാത്രയിൽ നവ്യ ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നയനെ, നീ എത്തിയോ? നീ എന്തിനാണ് ഇത്രയും നേരത്തെ ഇങ്ങി പോകുന്നത്? ഇപ്പോൾ വരണ്ടായിരുന്നുവല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിനക്ക് വന്നാൽ പോരായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നും അല്ല ചേച്ചി. ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കാരണം ചില ആൾക്കാർക്ക് ഞാനില്ലാതെ ഒട്ടും തന്നെ പറ്റില്ല എന്ന്. പലർക്കും ഉണ്ണാനും ഉറങ്ങാനും ഒന്നും കഴിയുന്നില്ല. നയനയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവരൊക്കെ നന്നായി അറിഞ്ഞു തുടങ്ങി. അപ്പോൾ നവ്യ പറയുകയാണ്, അതെ അതെ, ആ പറഞ്ഞത് സത്യമാണ്. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചാലല്ലേ നന്നായിട്ട് ഉറങ്ങുവാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇവരൊക്കെ നിന്നെ കാത്തു നിന്നത്. പിന്നെ ഇതൊന്നും ബാധിക്കാത്ത വേറൊരെണ്ണം ഇവിടെയുണ്ട്. ഏതു നേരവും ഉറക്കമാണ്. ബാക്കിയുള്ള സമയമുണ്ടെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടുമിരിക്കും. അതല്ലാതെ ഈ വീട്ടിൽ ഒരാൾക്കും അവളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ നയന പറയുകയാണ്, സാരമില്ല ചേച്ചി, അതിനൊക്കെയുള്ള പരിഹാരം ഞാൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അനാമിക ചോദിക്കുകയാണ്, നീ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കുന്നത്? എന്നെ ഭരിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അങ്ങനെയെങ്ങാണമാണെങ്കിൽ അനാമികയുടെ തനി സ്വരൂപം നീ കാണും. നീ ഇപ്പോൾ വീണ്ടും അനന്തപുരിയിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എന്നേക്കുമായി ഇവിടെ നിന്ന് നിനക്ക് തിരിച്ചു പോണോ നിന്റെ വീട്ടിലേക്ക്? അവിടെ പോയി പഴയ ആ പട്ടിണിയും പരിവേട്ടവും ഒക്കെ ആയിട്ട് അവിടെ ഒതുങ്ങിക്കൂടണോ? അതൊക്കെ വേണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇവിടെങ്ങാനും നിൽക്കാൻ നോക്ക്. നയന ഇപ്പോൾ പറയുകയാണ്, നിന്നോട് ആരാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചാണ് വളർന്നതെന്ന്? ഒരു ദിവസം പോലും എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ആരെയും പട്ടിണി കിടത്തിയിട്ടില്ല. പിന്നെ ഈ വാരി വലിച്ചുള്ള തീറ്റയും ആർഭാടം കാണിച്ച ആൾക്കാരുടെ മുൻപിലുള്ള നടപ്പും അതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് നയന അകത്തേക്ക് കയറിപ്പോവുകയാണ്. നയനെ അകത്തേക്ക് കയറിപ്പോയ ഉടൻ തന്നെ ആരും കാണാത്ത പെട്ടെന്ന് ദേവയാനി നയനയുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറിയിട്ട് റൂം ലോക്ക് ചെയ്തു. എന്നിട്ട് നയനയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇമവെട്ടാതെ ദേവയാനി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, അമ്മ എന്താണമ്മേ ഇങ്ങനെ എന്നെ വല്ലാണ്ടങ്ങ് നോക്കുന്നത്? മോളെ, എനിക്ക് കാരണം അത്രയധികം താൻ നയനയോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും പുറത്തുള്ളവരാരും അറിയുന്നില്ല. എന്നാൽ ഇതെല്ലാം അവർ തിരിച്ചറിയുവാൻ പോവുകയാണ്. ദേവയാനിയും നയനയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നും അവരിരുവരും സ്നേഹത്തിലാണെന്നും അനാമികയും ജലജയും ജാനകിയും ഉൾപ്പെടെയുള്ളവർ അറിയുമ്പോൾ എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? അതെ, പത്തരമാറ്റ് സീരിയൽ വീണ്ടും ഒരു വഴിത്തിരിവിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഉദ്വേഗജനകമായ ഈ സീരിയലിന്റെ എപ്പിസോഡുകൾ അഭ്രപാളികളിൽ എത്തുന്നതിന് മുൻപായി അതിന്റെ വ്യക്തമായ റിവ്യൂസ് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.